കാരണം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാണ് പുരോഗമന മുഖംമൂടി. ഈ ടി.എസ്. ശ്യാംകുമാറിനെ പോലുള്ള പുരോഗമന മുഖംമൂടി അണിഞ്ഞ ദളിത് പിന്നോക്ക സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് കൂടി പറയണം. പറയാൻ പോകാൻ വേണ്ടി പാട്ട് അഫ്സൽ, അയ്യൂബ്, ഫാസിൽ, ഹബീബ്, മെഹബൂബ്, നാസർ, അബ്ദുസമദ്, അഷ്റഫ്, സൈനുൽ ആബിദ്. എന്റെ ചോദ്യം, ഈ രാജേഷ് മാഞ്ചിയെ കൊല ചെയ്തതിൽ എന്ത് ഇസ്ലാമോഫോബിയ ചെയ്യാത്ത കാര്യത്തിൽ അങ്ങ് ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം അങ്ങയോട് ചോദിച്ചാൽ ഒരു മിനിറ്റ്, ഇത് എന്തൊരു അനീതിയാണ്. നോക്കൂ, ഇയാളുടെ പേരും റാം എന്നാണ്. അതായത് ആർക്കും വേണ്ടാത്ത ഒരു റാം. തല്ലിക്കൊന്ന് എനിക്ക് തോന്നുന്നു മരണം എന്ന് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? തല്ലേറ്റുവാങ്ങുന്ന, കൊല്ലപ്പെടുന്ന, ചവിട്ടേറ്റുവാങ്ങുന്ന, വഴിയരികിൽ ചത്ത് കിടക്കുന്ന, മരിച്ചു എന്നൊന്നും പറയാനുള്ള അഭിമാന ബോധം അല്ലെങ്കിൽ ആത്മാഭിമാനം നമ്മൾ അവർക്ക് ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ലല്ലോ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ആ നിലയ്ക്കുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള തേജസ്സോ ദൈവ തേജസ്സോ ഒന്നും അർഹപ്പെടാൻ കഴിയാത്ത ഒരു സാധു മനുഷ്യനോട് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് മുഴുവനായും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മലയാളിയുടെ പരിഷ്കൃതത്വവും മലയാളി കൊണ്ടു നടക്കുന്ന പുരോഗമനവും ഒക്കെ തന്നെ എത്രമാത്രം കാപട്യപൂർണ്ണമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ രാംനാരായണൻ ഏൽക്കേണ്ടി വന്ന അതിക്രൂരമായ അതിഹീനമായ ഈ ഹിംസ എന്ന് പറയുന്നത്. കാരണം മലയാളി പൊതുവെ മലയാളി ജാതിയെ മറികടന്നു എന്ന് പറയുന്നു, മലയാളി 916 പുരോഗമനകാരികളാണെന്ന് പറയുന്നു. ഇതൊന്നും അല്ല എന്ന് വീണ്ടും വീണ്ടും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ബംഗ്ലാദേശി മുസ്ലിം ആണെന്നതിൻ്റെ പേരിലാണ് ഇത്ര ക്രൂരമായ ആക്രമണത്തിന് വിധേയമാണ്. യഥാർത്ഥത്തിൽ ഇതിന് ആൾക്കൂട്ടാക്രമണം എന്ന് പറയുന്ന ഒരു പദത്തിന് പോലും ഒരു പ്രയോഗത്തിന് പോലും അർഹമല്ല. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാരണം ഒരു മനുഷ്യൻ ബംഗ്ലാദേശി ആണെന്നതിന്റെ പേരിൽ, മുസ്ലിം ആണെന്നതിന്റെ പേരിൽ കേരളത്തിന്റെ മണ്ണിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് കേരള മണ്ണിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെയും മുസ്ലിം വെറുപ്പിന്റെയും ആഴവും പടർപ്പും കൂടിയാണ് ഈ സന്ദർഭം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഇത് വേറെ ഒരു കേവലം വിഷയം മാത്രമല്ല. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അത് തന്നെയല്ല, പാലക്കാട് എന്തുകൊണ്ടാണ് ഹിന്ദുത്വ ശക്തികളുടെ ഈ വർദ്ധിച്ചു വരുന്നത്? അത് ഇലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, മറ്റേതെങ്കിലും തരത്തിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും കൊള്ളാം, എന്തുകൊണ്ട് ഹിന്ദുത്വ വലത്തുപക്ഷം ഒരു പൊതുബോധമായി അഗാധമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു തെളിവ് രൂപം കൂടിയായി ഈ സന്ദർഭം നമ്മുടെ ഈ രാംനാരായണന്റെ ആ ഹിംസാത്മകമായ മരണം എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. അത് തീർച്ചയായിട്ടും മാധു ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ, അത് പ്രത്യേകിച്ച് മാധുവിന്റെ ചോദ്യത്തിന് ഫസ്റ്റ് ഹാഫിന്റെ ഉത്തരം പറയാനാണ് ഞാൻ സത്യത്തിൽ നിന്ന് വന്നത്. പക്ഷേ ഈ ചർച്ച ഒരുപാട് മറ്റു തലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെയും കൂടെ ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ശ്രീ ശ്യാംകുമാർ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാംനാരായണൻ എന്ന് പറയുന്ന കൊല ചെയ്യപ്പെട്ട ഒരു ദളിതിനെ കുറിച്ചിട്ടാണ്. ശ്രീ ശ്യാംകുമാർ, അങ്ങയുടെ സംസാരത്തിൽ അത് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നിങ്ങളൊന്ന് പ്രേക്ഷകർ കേൾക്കണം, നിങ്ങൾ കേൾക്കണം. അങ്ങയുടെ സംസാരത്തിൽ അങ്ങ് ഒട്ടാകെ പറഞ്ഞത് അവിടുത്തെ മറ്റേ ഇസ്ലാമോഫോബിയെ കുറിച്ചിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. എന്തോന്നാടോ ഇത്? എവിടെ കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ദളിതരെ കുറിച്ചിട്ട് ആദിവാസികളെ കുറിച്ചിട്ട് അങ്ങയുടെ 10 മിനിറ്റ് അങ്ങ് സംസാരിച്ചിട്ട് പോലുമില്ല. അങ്ങ് ദയവേത് ഇനിയെങ്കിലും അവരെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണം. പിന്നെ 2023 രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള ആദിവാസി ചെറുപ്പക്കാരനെ സമാന സ്വഭാവത്തിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ ആൾക്കൂട്ടം കൊല ചെയ്തു. അതിന്റെ പ്രതികളുടെ പേര് ഞാൻ വായിക്കാം: മുഹമ്മദ് അഫ്സൽ, അയ്യൂബ്, ഫാസിൽ, ഹബീബ്, മെഹബൂബ്, നാസർ, അബ്ദുസമദ്, അഷ്റഫ്, സൈനുൽ ആബിദ്. എന്റെ ചോദ്യം, ഈ രാജേഷ് മാഞ്ചിയെ കൊല ചെയ്തതിൽ എന്ത് ഇസ്ലാമോഫോബിയാണുള്ളത് സാർ? ഒരു മര്യാദ വേണ്ടേ? ഇതിനകത്ത് എന്ത് ഇസ്ലാമോഫോബിയാണുള്ളത്? താങ്കളും താങ്കളെ പോലുള്ള ആളുകളും തരാതരം പോലെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിട്ട് മറ്റർത്ഥ തലങ്ങളിലേക്കും മറ്റ് രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുപോകുന്നതിനാണ് മാധു എന്റെ എതിര്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അല്ല, ഒരു മിനിറ്റ്, ശ്യാമു മാത്രം അങ്ങനെ പറഞ്ഞു പോലെ ഞാനും കൂടി പറയട്ടെ. മുൻപ് മലപ്പുറത്ത് നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ക്രിമിനലുകളുടെ പേര് ശ്യാം ഒരു മിനിറ്റ് ഞാൻ എന്ത് ഭീഷണിപ്പെടുത്തിയത്? പറയാനാണ് വന്നത്. അങ്ങനെ ഞാൻ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടോ? ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. എന്താണ് എനിക്ക് എന്റെ കാര്യം പറയാൻ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? അങ്ങ് പറഞ്ഞോളൂ. എന്ത് ന്യായം, എന്ത് മര്യാദ ഇത്? എന്താ ഇത്? ഞാൻ ആദ്യത്തെ സെന്റൻസ് പറയുമ്പോൾ അവരോട് ഇടപെട്ട് വന്ന നിലയ്ക്കാണല്ലോ ഇത്തരത്തിലുള്ള ഇരവാദം ഉന്നയിക്കുന്നത്. അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഉത്തരം, ഞാൻ രാഷ്ട്രീയം പറയാൻ ഈ ചർച്ചയിൽ വന്നല്ല. എനിക്കിതിന്റെ ഉത്തരം പറയണ്ടേ? നിങ്ങൾ മൂന്നുപേരും രാഷ്ട്രീയപരമായിട്ട് എന്നോട് രാഷ്ട്രീയപരമായിട്ട് ഉത്തരം എനിക്ക് പറയണ്ടേ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം.
ഒരാള് അജണ്ട ഉന്നയിച്ചുകൊണ്ട് അജണ്ടയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മറ്റാരെയും ഇടപെടാൻ അല്ലല്ല ഒരു മിനിറ്റ് അതൊരു തരം രാഷ്ട്രീയ ബുദ്ധിയാണ്. നിങ്ങൾക്ക് അജണ്ടയുണ്ട് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളത് ഭയപ്പെട്ട് ഇടപെടാതിരിക്കാനൊന്നും കഴിയില്ല. അങ്ങേക്ക് മലപ്പുറത്ത് മുൻപ് നടന്നിട്ടുള്ള ആളുകളുടെ പേരുകൾ നിരനിരയായി പറയാൻ കഴിയുന്നുണ്ട്. അതങ്ങനെ പറയുകയും വേണം. ക്രിമിനലുകൾ അത് മര്യാദയല്ല ശ്യാമേ, അത് മര്യാദയല്ല. അത് ഞാൻ പറഞ്ഞു, വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വക്കാലത്ത് താങ്കൾ എടുക്കുന്നതിനാ? ടി എസ് ശ്യാംകുമാറിന്റെ വക്കാലത്ത് മാധു എടുക്കുന്നതിനാ? അദ്ദേഹം പറഞ്ഞതിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറു ചോദ്യം ഞാൻ പറഞ്ഞത്. എനിക്ക് ചോദിക്കാൻ വേണ്ടി പാടില്ലേ? ഇതെന്ത് മര്യാദ? ഇതെന്ത് മര്യാദ? ഇത് ചർച്ചയുടെ മാധുവിന്റെ ഇഷ്ടത്തിന് മാത്രം നയിക്കില്ല. ഇതൊരു ചർച്ചയല്ലേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഒരു മനുഷ്യന്, അതായത് നിങ്ങൾ നിരന്തരം ചർച്ചയുടെ തുടക്കം പറയുന്നത് എനിക്ക് അജണ്ടയുണ്ട് എന്നാണ്. അജണ്ടയുണ്ടെന്ന് ആരോപിച്ച് എന്നെ കൊണ്ട് ഇടപെടാതെ നിങ്ങളുടെ മുഴുവൻ രാഷ്ട്രീയവും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും അവസരം കവർന്നെടുത്തുകൊണ്ട്. ശ്യാംരാജ് ഞാൻ ഇട്ട് വട്ട് കളിപ്പിക്കുന്നത് എല്ലാവർക്കും രസമാണ്. ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ ശ്യാംരാജിന്റെ അനുമതിയോട് കൂടി സംസാരിക്കാനുണ്ട്. അനുവദിച്ചു തരണം. ഇത് അനുവദിച്ചു തരണം. ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ അങ്ങ് ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം അങ്ങയോട് ചോദിച്ചു. ശ്യാം, ഒരു മിനിറ്റ്, ഇത് എന്തൊരു അനീതിയാണ്? ഒരു കാര്യം സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇത്ര അജണ്ട ഉണ്ടെന്ന് ഞാൻ പറയുമെന്നേ. മാധുവാണ് ഇത് തുടങ്ങിയത്. ഈ ചർച്ചയിൽ മാധുവാണ് ഇത് തുടങ്ങിയത്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. അല്ലാതെ അങ്ങ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങ് കഴിഞ്ഞ അരമണിക്കൂർ പ്രസംഗിച്ചത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങയുടെ പ്രസംഗമോ? ഇവിടെ പ്രസംഗിക്കുന്നതും പറയാൻ സമ്മതിക്കാതിരിക്കുന്നതും മാധുവാണ്. സ്വന്തം അജണ്ട ഈ ചർച്ചയിൽ ഉടനീളം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. പ്രതികളുടെ പേരറിയില്ല, അതിലെ കോൺഗ്രസ്സുകാരെ അറിയില്ല, അതിലെ CATU-കാരനെ അറിയില്ല, മാധുവിന് അതിലെ CAT-കാരനെ അറിയില്ല. മാധു കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കോമൺ സെൻസിനെ പരീക്ഷിക്കരുത്. പോയി ചത്തുടേടാ. ഇപ്പൊ ശ്രീ ശ്യാംകുമാറിനെ പോലെ ഇരിക്കുന്ന ആളുകൾ അദ്ദേഹം എന്താ പറഞ്ഞുള്ളത്? അദ്ദേഹം കേരളത്തിലുണ്ടായിട്ടുള്ള ഇതുവരെ 3-4 തവണ ഉണ്ടായിട്ടുള്ള ഈ ദളിത് ആദിവാസി കൊലപാതകങ്ങളെ പോലും പറഞ്ഞു പോയിട്ട് അതിനെ മുസ്ലിം ഐഡന്റിറ്റിക്കായിട്ട് ബന്ധിപ്പിക്കുന്നത്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ കാരണം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാണ് പുരോഗമന മുഖംമൂടി. ഈ TS ശ്യാംകുമാറിനെ പോലുള്ള പുരോഗമന മുഖംമൂടി അണിഞ്ഞ ദളിത് പിന്നോക്ക സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് കൂടി പറയണം. പറയാതെ പോകാൻ വേണ്ടി പാടില്ല. നോക്കൂ, പാലക്കാട് ആ പരിപാടി നടക്കില്ല ശ്യാമേ. കേട്ടോ, നിങ്ങൾക്ക് ആളുകൾ ആ പരിപാടി നടക്കില്ല ശ്യാമേ. ഇല്ല നടക്കില്ല. ആ നിലയ്ക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. ഒരാശയം പറയുന്ന മനുഷ്യരെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയം പ്രാബല്യമാണെന്ന് അധിക്ഷേപിക്കാനുള്ള അവസരം ഇവിടെയില്ല. ഇത് ജനാധിപത്യ ചർച്ച. ശശിയെ എന്നാണ് ഈ പറയുന്നത്? നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റായിരുന്നല്ലോ. പറ്റില്ല, നടക്കില്ല. ആ വേദി ഇവിടില്ല. കൊലപാതകത്തെ രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാന്നുള്ള നിങ്ങളുടെ നടപടി നടക്കൂലെന്ന് മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു അടവ് നടക്കൂല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഇവിടെ ഒരു അടവുമില്ല. ഞാൻ അങ്ങയോട് അല്ലല്ല, മന്ത്രി MP രാജേഷ് അടക്കം ഉന്നയിച്ച വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങയോടല്ല പറയുന്നത്, ഞാൻ പ്രേക്ഷകരോട് കൂടിയാണ് പറയുന്നത്. മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച ശ്യാം ഒരു മിനിറ്റ് എല്ലാവരും പറഞ്ഞോളൂ. നാട്ടിൽ നിങ്ങൾക്കല്ലാത്ത മറ്റെല്ലാവർക്കും അജണ്ടയാണെന്ന് പറഞ്ഞോളൂ. നാട്ടിൽ നിങ്ങൾക്കല്ലാത്ത എല്ലാവർക്കും അജണ്ടയാണെന്ന് പറയൂ. കേട്ടോ, ആളുകൾ വിടുന്നു. നോക്കി നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല. നീ ഒന്നും നന്നാവരുത്. വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?